do urinals as well as potty dressൽ. ഇപ്പൊ വിഹാനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റി, ഇവിടെ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് കേട് വരില്ല. അപ്പൊ വിഹാനി എന്ത് ചെയ്യും? ടീച്ചർ എനിക്ക് ബാത്റൂം പോകണം, അദ്ദേഹത്തിന് ഇറങ്ങിയിട്ട് വിഹാനി എവിടെ പോകും? ഇങ്ങനെ പോയി ബാത്റൂമിൽ പോയിട്ട് അവിടെ ബാത്റൂമിൽ പോയിട്ട് ഡ്രസ്സ് ഊരിയിട്ട് മൂത്രമൊഴിച്ചിട്ട് തിരിച്ചു വരും. റൈറ്റ്? ഡ്രസ്സിൽ ഒഴിക്കാൻ പാടില്ല. ഗുഡ്. അവിടെ എനിക്ക് വിഹാനി. എല്ലാവരും ക്ലാപ്പ് ചെയ്യാം. Nobody will now urinate. അപ്പൊ മൂത്രമൊഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ പോവാ നമ്മള്? മൂത്രമൊഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോവാ? Okay, is it clear? That is the first step in toilet manners. Second step എന്താണ്? Now that I am going to teach you. Second step എന്താണ്? നമ്മൾ ടോയ്ലറ്റിന്റെ വാതിൽ തുറന്നിട്ട് ടോയ്ലറ്റിന്റെ ഉള്ളിൽ പോകുമ്പോൾ, ടോയ്ലറ്റിന്റെ വാതിൽ തുറന്നിട്ട് ടോയ്ലറ്റിന്റെ ഉള്ളിൽ പോകുമ്പോൾ, ടോയ്ലറ്റിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിനുള്ളിൽ എന്തൊക്കെയാണ് കാണാറുള്ളത്? ടോയ്ലറ്റിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്? Vihani, Ishan, look here. What are the things there inside the toilet? Sit straight. Sit straight. Sar is here. No? Why are you sitting? What is there? Soap. Very good. Soap is there in the toilet. Pin on the kind of toilet. Soap handle is there. Pin on the kind of toilet. Toilet is there. That is the corner compound is there. Okay. Then what else is there? Toilet node where are the kind? Dismaya. Bucket and tap and very good. Shower is there. Pin on the sink ഉണ്ട്, that is called as wash basin. Sink കിച്ചണിലാണ് ഉണ്ടാവുക. ടോയ്ലറ്റ് നമ്മൾ എന്താ പറയുക ഇതിനെ? വാഷ് ബേസിൻ. Sink we call it in the kitchen where you clean the utensils. That is the thing called as sink. The thing which is there in the bathroom is called as wash basin. We wash our hands, that's called as wash basin. Right? Okay. So wash basin is there in the toilet. What else is there? Soap, soap handle holder, പിന്നെ shower, ബക്കറ്റ്, പിന്നെന്താ പറഞ്ഞത്? വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് അവിടെ? ടാപ്പ് ഉണ്ട്. വിഹാനി, ബാത്റൂമിൽ പിന്നെ എന്തൊക്കെയുണ്ട്? ടാപ്പ് ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? ടൈൽസ്, സൈഡിലൊക്കെ ടൈൽ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് ബാത്റൂമില്? സോപ്പ് ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ എന്തൊക്കെയുണ്ട്? അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ്? നമ്മൾ ഒന്നൊന്നായിട്ട് പോവാ. റൈറ്റ്? ബാത്റൂമില് ടാപ്പ് എന്തിനാ തന്നിരിക്കുന്നത്? ടു വാഷ് അവർ ഹാൻഡ്സ്, കൈ കഴുകാൻ വേണ്ടിയിട്ട്. റൈറ്റ്? കൈ എപ്പോഴാ നിങ്ങൾ കഴുകുക? എപ്പോഴാ ചളിയാവുക? നിങ്ങൾ യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മൂത്രമൊഴിച്ചാലും പോട്ടി പോയി കഴിഞ്ഞാലും നിങ്ങളുടെ കൈ ഡേർട്ടി ആയിരിക്കും. ബാക്ടീരിയാസ് ഉണ്ടാവും കയ്യിൽ. പിന്നെ നമ്മൾ വായിലൊക്കെ കൈ വെക്കുമ്പോൾ ആ ബാക്ടീരിയസ് എന്താവും? നമ്മുടെ വയറ്റിന്റെ ഉള്ളിൽ പോകും, വാവ് വരും. അപ്പൊ മൂത്രമൊഴിച്ചാലും പോട്ടിയിൽ പോയാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൈ വാഷ് ചെയ്യണം. അഥവാ പോട്ടി പോയാലും മൂത്രമൊഴിച്ചാലും നമ്മൾ കൈ എന്താ ചെയ്യേണ്ടത്? വാഷ് ചെയ്യണം. പാന്റിലും ട്രൗസറിലും മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ കൈ വാഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എവിടെ വാഷ് ചെയ്യാൻ പറ്റുക? വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റിൽ. അവിടെയല്ലേ സോപ്പ് ഉള്ളത്? ഇവിടെ സോപ്പ് ഉണ്ടോ? സോപ്പ് എവിടെ ഉള്ളത്? ബാത്റൂം, വാഷ്റൂം, ടോയ്ലറ്റ്, അവിടെയാണ് നമ്മളുടെ സോപ്പ് ഉള്ളത്. അപ്പോ ഉള്ളി കയറി, അതാണ് ആദ്യത്തെ കാര്യം. എന്ത്? സോപ്പ്. സോപ്പ് ടാപ്പ് എന്തിനാണ്? വെള്ളം സോപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടോയ്ലറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? കൈ കഴുകും. റൈറ്റ്? വാഷ് ബേസിൻ എന്തിനാണ്? അവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. അങ്ങനത്തെ ഒരു വാഷ് ബേസിൻ ഇല്ല. ഇത് എന്തിനാ തന്നിരിക്കുന്നത് ടോയ്ലറ്റിനുള്ളിൽ? അല്ലെങ്കിൽ ഇവിടെ എന്തിനാ തന്നിരിക്കുന്നത്? വൈ ഡു വി ഗിവ് വാഷ് ബേസിൻ? To wash our hands, right? Wash basin, wash our hands. പക്ഷെ wash our hands എനിക്ക് ഇവിടെയും കുറച്ച് മഗ്ഗിൽ വെള്ളം എടുത്തിട്ട് ഇവിടെ കഴിക്കാൻ മതിയല്ലോ, ഇല്ലേ? മഗ്ഗിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അങ്കിൾക്ക് ഇവിടെയും കഴുകാം. കറക്റ്റ്? വാഷ് ബേസിൽ എന്തിനാണ് നമ്മൾ കഴുകണത്? Why do we wash our hands? ജനനി, നമ്മൾ കൈ എന്തിനാണ് വാഷ് ബേസിൽ കഴുകണത്? Very good. Please give a big hand to this lady. She is absolutely right. Right? She is absolutely right. ഞാൻ ഇവിടെ വെള്ളം കൊണ്ടുവന്നിട്ട് കയ്യെ കഴിക്കാൻ ഇവിടെ അപ്പിയാവില്ല, ചളിയാവില്ല, വെള്ളമാവില്ല. Now if I am going to wash basin, ഈ വാഷ് ബേസിനിൽ പോയിട്ട് ഞാൻ ടാപ്പ് തുറന്നിട്ട് കൈ കഴുകുകയാണെങ്കിൽ വെളിയിൽ വെള്ളമുണ്ടോ? വെള്ളം അവിടെ പോണത് വാഷ് ബേസിന്റെ ഉള്ളിൽ പോകുന്നുണ്ട്. ആ വാഷ് ബേസിന്റെ ഉള്ളിൽ കൂടെ വെള്ളം എവിടേക്കാ പോണത്? It goes to the gutter. Right? നേരെ മറിച്ച് അങ്കിൾ ഇവിടെ വന്ന് കൈ കഴുകി ഇവിടെയൊക്കെ അപ്പിയാവില്ലേ ചേട്ടനി? ഇവിടെയൊക്കെ വെള്ളമാവില്ലേ? അപ്പൊ വാഷ് ബേസിനിൽ കൈ കഴുകുമ്പോ വെള്ളം, സോപ്പ്,
നമ്മുടെ ചളി വെളിയിലേക്ക് ആവില്ല. ഇറ്റ് വിൽ നോട്ട് ഗെറ്റ് സ്പ്ലിറ്റ്.